ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളെന്നല്ലേ കുറ്റിച്ചെറിയുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്പെഷ്യൽ ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. സോയാബീൻ ഫ്രൈ. സോയാബീൻ കൊണ്ട് പല ടൈപ്പ് സാധനം ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ, നമുക്കത് കാണാം. ഇതാണ് ജാഫർക്കായുടെ സോയാബീൻ ഫ്രൈ കട. ഞങ്ങൾ കടയിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് വലിയൊരു പാത്രത്തിൽ പലതരം കൂട്ടുകൾ ചേർത്ത്, മസാലക്കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കിയ സോയാബീൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ അത് പാക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഇവിടുന്ന് പാർസൽ പോകുന്നുണ്ട്. ഒരു ചെറിയ കടയാണത്. ആ അന്തരീക്ഷം മുഴുവൻ നല്ല സ്മെല്ലാണ് ഈ മസാല കാരണം. ഇവിടെ അതങ്ങനെ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1 കിലോക്ക് എത്രയാണ്, അതിൻ്റെ താഴോട്ടുള്ള തൂക്കങ്ങൾക്ക് എത്രയാണുള്ളത് അവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അത് കുറേ കാലമായി തുടങ്ങിയിട്ട്. ഞാൻ മൊത്തം 25 വർഷം. 28 വർഷം തുടങ്ങി. 25 വർഷം മൊത്തം ഇവിടെ അല്ല, ഇവിടെ മറ്റേ 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇല്ലേ? ഇതിൽ മെയിൻ നമ്മൾ പൊടിക്കുന്ന മസാല അല്ലേ? പൊടിക്കുന്ന മസാല ആണ് മെയിൻ. സീക്രട്ടാണ്. സീക്രട്ടൊന്നുമില്ല, നമ്മളൊരു മസാല ആണ്. അതേ പൊടിക്കുന്ന മസാല തന്നെയാണ്. പിന്നെ അതിന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അതാണ്. വെളിച്ചെണ്ണ നാച്ചുറലാണ്. ഇത് കുരുമുളക് പൊടി പൊടിച്ചത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കൂടാതെ ഇവരുടേതായ ഒരു മസാലകളുണ്ട് എന്ന് പറഞ്ഞത്. പ്രത്യേക മസാല ഉണ്ട്. ഒരു സീക്രട്ടാണെന്ന് തോന്നുന്നത്. സീക്രട്ടൊന്നുമില്ല, നമ്മൾ പൊടിക്കുന്നത് അതിലൊരു 7-8 ഐറ്റംസ് ഉണ്ട്. ബിരിയാണിയിലാകെ 6-7 ഐറ്റംസ് നമ്മൾ പ്ലേറ്റിൽ നിന്ന് അങ്ങനെ കൊടുക്കല്ല. ഈ രീതിയിലുള്ള സാധനം ഉണ്ടല്ലോ സാധാരണ. അതിലൊരു ഇല വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. മനസ്സിലൊരു ഇതാണല്ലോ. മതിയാ മതിയാ കൂടണ്ടല്ലോ. 2 ഒന്നുകൂടി. ഇത് 2 പേർക്ക് ഇത് പൊട്ടി കഴിച്ചാൽ തന്നെ മനസ്സിലാവും. ടോപ്പി കാണുന്നുണ്ട് കേട്ടോ. എല്ലാ ടോപ്പിക്ക് അടിപൊളി. അതിൽ കഴിക്കാന്നാണോ? 150 55. പൊറോട്ട ഉണ്ട്. ആ പൊറോട്ട അതിൽ 7 ഐറ്റംസ് സാധനമുണ്ട്. നൈസ്പത്തിരി, നൂൽപുട്ട്, പൊറോട്ട, കട്ടിപ്പത്തിരി, പിന്നെ ചപ്പാത്തി, വെള്ളപ്പം. ഇതൊരു ചെറിയ കടയാണ്. കുറ്റിച്ചിറ കുളത്തിനടുത്താണ് ഈ സ്ഥാപനം, ഈ ഒരു ചെറിയ കട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു മേശ മാത്രമേ ഉള്ളൂ, കഷ്ടിച്ചിട്ട് 6 പേർക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടി. അപ്പോൾ ആ സമയത്ത് കാക്ക പറഞ്ഞു, ഞങ്ങൾക്ക് 8 ഐറ്റം ഉണ്ട് ഇവിടെ കഴിക്കാൻ, നിങ്ങൾ കാര്യം ചെയ്തോളൂ. നൈസ് പത്തിരി ഒന്നാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. നൈസ് പത്തിരി ഞങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ചായ ആവശ്യപ്പെട്ടു. ചായ അല്ല, അവിടെ ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 കൂട്ടുകളടങ്ങിയ ഒരു ബ്ലാക്ക് ടീ ആണ് അവിടെ അവർ കൊടുക്കുന്നത്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അവരോട് പൊറോട്ട ആവശ്യപ്പെട്ടു. പൊറോട്ടയും നല്ല ടേസ്റ്റ് ആയിരുന്നു. പൊറോട്ടയും ഇതുകൂടി ചേർത്ത് ഞങ്ങളൊരു പിടുത്തം പിടിച്ചു. ശരിക്കും ഞങ്ങൾ ആസ്വദിക്കുമായിരുന്നു. ഇത് ഇറച്ചി കഴിക്കുന്നത് പോലെയുണ്ട്, ബീഫോ അല്ലെങ്കിൽ ചിക്കനോ കഴിക്കുന്നത് പോലെയുണ്ട്. അതിൻ്റെ കൂടെയുള്ള ആ ബ്ലാക്ക് ടീയും ഇതും ഒരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് പാർസൽ വാങ്ങുന്നുണ്ട്. കിലോ കണക്കിന് അവിടെ നിന്ന് കൊടുക്കേണ്ടത്. പലതരം അളവുകളും അതിന് പലതരം റേറ്റുകളാണ്. ഇത് അവിടെ റേറ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1 കിലോയ്ക്ക് 300 രൂപ, 700, 210, 500, 550 അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. കോഴിക്കോടിൻ്റെ രുചി വൈഭവം അന്ന് വേറെ തന്നെ കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ കാണാം, വ്യത്യസ്ത തരം ഫുഡുകളും. ഒരുപാട് ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാറുണ്ട് ഭാര്യൻ്റെ കൂടെ, സുഹൃത്തുക്കളെ കൂടെയൊക്കെ. ഞങ്ങളിപ്പോൾ സെൽഫി എടുക്കുന്നത്, അതുകൊണ്ട് ഇടത്ത് കൈ കൊണ്ട് കഴിക്കുന്നതായി തോന്നുന്നത്. ഞങ്ങൾ വലത്ത് കൈ കൊണ്ടാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കാക്കനോട് യാത്ര പറഞ്ഞു. അവരെ പൈസ എല്ലാം അടച്ചു. അപ്പോഴാണ് ഗുരുക്കൾ പറഞ്ഞത്, എനിക്ക് വീട്ടിലേക്ക് കുറച്ചൊരു പാർസൽ വാങ്ങിച്ചാലോ എന്ന്. അങ്ങനെ ഗുരുക്കൾ വീട്ടിലേക്ക് പാർസൽ വാങ്ങി. ആ മക്കൾക്കും അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് പകർന്നു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണൻ്റെ സ്മെല്ല് തന്നെ ഒരു പ്രത്യേക സ്മെല്ല്.